സിന്ദൂരരേഖ ഭാഗം 17. രാത്രി ഭക്ഷണം കഴിച്ചപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചതൊക്കെ. അത് കഴിഞ്ഞ് അമ്മാളു അമ്മയുടെ കൂടെ അമ്മയുടെ മുറിയിലേക്ക് പോയി. മനു മുകളിലേക്ക് പോയപ്പോൾ തന്നെ അവൻ്റെ പിന്നാലെ ഉണ്ണിയും കയറിയിരുന്നു. നിനക്കെന്താ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? തൻ്റെ പിന്നിലായി ഉണ്ണി കയറി വരുന്നത് കണ്ടതും മനു അവനോട് തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു. ഏട്ടൻ തിരക്കിലല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് സംസാരിക്കാം. ഗൗരവത്തിൽ ഉണ്ണി പറഞ്ഞതും മനു അവനെ ഒന്ന് സംശയത്തോടെ നോക്കി. ഇല്ല, ഞാനിപ്പോൾ ഫ്രീ ആണ്. സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. എങ്കിൽ കം ടു ബാൽക്കണി. ഉണ്ണി പറഞ്ഞതും രണ്ടുപേരും കൂടി ബാൽക്കണിയിലേക്ക് നടന്നു. എന്താ നിനക്ക് പറയാനുള്ളത്? മനു അവിടെ എത്തിയപ്പോൾ തന്നെ തിടുക്കം കൂട്ടി. ഏട്ടൻ ഇന്ന് ഏട്ടത്തിക്ക് വയ്യെന്ന് പറഞ്ഞിട്ട് ഏട്ടത്തിയെ ചെക്ക് ചെയ്തായിരുന്നു. യെസ്, ചെറിയ പനി ഉണ്ടായിരുന്നു. തുമ്മലിനുള്ള മരുന്ന് ഞാൻ വാങ്ങി കൊടുക്കുകയും ചെയ്തു. ആർക്ക് കൊടുത്തു? അമ്മയുടെ കയ്യിൽ കൊടുത്തു. വാട്ട് റബ്ബിഷ് ഏട്ടാ, അത് ഏട്ടൻ്റെ ഭാര്യയാണ്. അമ്മയേക്കാൾ കൂടുതൽ ഏട്ടനല്ലേ ഏട്ടത്തിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഉണ്ണിയുടെ ശബ്ദം അത് പറഞ്ഞപ്പോൾ പെട്ടെന്നൊന്ന് ഉയർന്നു. ഉണ്ണി, നീ ഇതെന്തൊക്കെയായി പറയുന്നത്? എനിക്ക് തിരക്കുണ്ടായിരുന്നു. സോ ഐ എം ബിസി വിത്ത് മൈ വർക്ക്. അതുകൊണ്ടാണ്. എങ്കിൽ പോലും ഞാൻ മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തല്ലോ. യെസ്, വർക്ക്. ഏട്ടൻ എന്നു മുതലാണ് ഫാമിലിയേക്കാൾ വലുത് വർക്കായത്? ഉണ്ണി, നീ എന്തൊക്കെയായി പറയുന്നത്? ഐ കാൺ ഗെറ്റ് വാട്ട് യു ആർ സെയിങ്. ഉണ്ണി പറഞ്ഞതും മനു ഗൗരവത്തോടെ തന്നെ അവനോട് തിരികെ പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല ഏട്ടാ. എന്നും ഏട്ടനെ കണ്ടാണ് ഞാൻ വളർന്നത്. യു ആർ ലൈക്ക് എ ഫാദർ ഫോർ മീ. എന്ത് കാര്യമാണെങ്കിലും എൻ്റെ റോൾ മോഡൽ ഏട്ടനാണ്. ആ ഏട്ടൻ കുറച്ച് നാളായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് തോന്നുന്നു എനിക്ക്. ഉണ്ണി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ കാര്യം പറയും. മനു വീണ്ടും ഗൗരവത്തോടെ ചോദിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞില്ലേ? ഏട്ടൻ എന്തെങ്കിലും ഏട്ടത്തിയോടൊന്ന് സമാധാനമായിട്ടിരുന്ന് സംസാരിച്ചിട്ടുണ്ടോ? അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെയായിരുന്നു ഉണ്ണി അത് ചോദിച്ചത്. അവൻ്റെ ആ ചോദ്യത്തിൽ ഒരു നിമിഷം മനു ഉത്തരമില്ലാതെ ഇരുന്ന് പോവുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ ഉണ്ണി, എനിക്കതൊന്നും പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല. ഇമ്പോർട്ടൻറ്റ് വർക്ക് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അതെ, സമ്മതിച്ചു ഞാൻ. എങ്കിലും ഏട്ടൻ വല്ലപ്പോഴും ഒന്ന് ഏട്ടത്തിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കണം. ഉണ്ണി തിരികെ പറഞ്ഞതും മനു മറുപടിയൊന്നും പറഞ്ഞില്ല. ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന് അവിടെ നിന്ന് വേറൊരു വീട്ടിലേക്ക് പറിച്ചു നടന്ന ജന്മങ്ങളാണ് സ്ത്രീകൾ. ആ ഒരവസ്ഥ നമുക്കൊന്നും പറഞ്ഞാൽ പോലും മനസ്സിലാകണമെന്നില്ല. സ്വന്തം വീടും വീട്ടുകാരുടെയും ഒക്കെ അടുത്ത് നിന്ന് ഒരു പരിചയമില്ലാത്ത നമ്മുടെ ഇടയിലേക്കാണ് ഏട്ടത്തി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളല്ലേ ഏട്ടത്തിയെ കംഫർട്ടാക്കി വെക്കേണ്ടത്? ഞാനിപ്പോൾ അവളോട് സംസാരിക്കണം അല്ലേ? ഓഫ് കോഴ്സ്, നാളെ തന്നെ ഞാൻ അവളോട് സംസാരിക്കാം. അവൻ പറയുന്നത് കേട്ടപ്പോൾ തന്നെ മനു ഗൗരവത്തിൽ അവനോട് തിരികെ പറഞ്ഞു. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ഏട്ടനോട് പറഞ്ഞതിലുള്ള വാശി കൊണ്ടാണ് ഏട്ടൻ ഏട്ടത്തിയോട് സംസാരിക്കാൻ പോകുന്നതെങ്കിൽ അത് വേണ്ട. ഏട്ടൻ സ്വന്തം ഇഷ്ടത്തിന് മാത്രം ഏട്ടത്തിയോട് സംസാരിച്ചാൽ മതി. അല്ലാതെ ഞാൻ പറഞ്ഞു എന്ന് കരുതി മാത്രമായിട്ട് നിർബന്ധിച്ച് പോയി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം അവളോട് സംസാരിക്കാൻ പറയുന്നു, ഇപ്പോൾ പറയുന്നു സംസാരിക്കേണ്ടെന്ന്. വാട്ട് ആർ യു സെയിങ് മാൻ? മനു അല്പം ശബ്ദം ഉയർത്തി തന്നെ ചോദിച്ചു. അവൻ്റെ ആ ചോദ്യത്തിന് ഉണ്ണി ഒന്ന് ചിരിച്ചു. ഏട്ടൻ ഇപ്പോഴും ഞാൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഇനി ചിലപ്പോൾ ഞാൻ ഇതൊക്കെ തന്നെ പറഞ്ഞാൽ അത് ചിലപ്പോൾ ഏട്ടന് ഇഷ്ടമായി എന്നും വരില്ല. ആൻഡ് വൺ മോർ തിങ്, ഏട്ടത്തി ചിലപ്പോൾ ഏട്ടൻ ഉദ്ദേശിക്കുന്നത് പോലെ ആവണമെന്നില്ല കേട്ടോ. ഏട്ടനൊന്ന് ഏട്ടത്തിയോട് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഉണ്ണി പറഞ്ഞതും മനു വീണ്ടും ഒന്നും മിണ്ടിയില്ല. അവൻ പറയുന്നതെല്ലാം അവൻ ശ്രദ്ധിച്ച് കേട്ടു നിന്നു. മനു ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടതും ഉണ്ണി അവനോട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ തിരികെ തൻ്റെ മുറിയിലേക്ക് പോയിരുന്നു. ഉണ്ണി പോയി കഴിഞ്ഞപ്പോഴും മനു അവിടെ തന്നെ കുറച്ച് സമയം ഇരുന്നു. അവൻ ഇപ്പോൾ ഉണ്ണി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു. അവളോട് മനഃപൂർവ്വം സംസാരിക്കാതിരിക്കുന്നത് പോലെ ആകുന്നുണ്ടോ? അവൻ്റെ മനസ്സ് സ്വയം അവനോട് തന്നെ ചോദിച്ചു പോയി. പക്ഷേ അങ്ങനെ ആലോചിച്ചപ്പോൾ ഇല്ലെന്നൊരു ഉത്തരമായിരുന്നു ബുദ്ധിയും ഒരുപോലെ പറഞ്ഞത്. പലപ്പോഴും അവളോടൊന്ന് തുറന്ന് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ വെറുതെയെങ്കിലും സംസാരിക്കണമെന്നോ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെയുള്ള സമയങ്ങളിൽ 1-2 തവണയും അവൾ ഉറക്കം തന്നെയായിരുന്നു. സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയപ്പോഴൊക്കെയും അതിങ്ങനെയും അങ്ങനെയൊക്കെ പോയി. പിന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ തനിക്ക് വന്ന വർക്ക് ഷെഡ്യൂളും അങ്ങനെ സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണമായി തീർന്നു. എങ്കിലും ഉണ്ണി എന്താവോ അങ്ങനെ പറഞ്ഞത്? അവൻ്റെ മനസ്സിൽ ഉണ്ണി അവസാനമായിട്ട് അവനോട് പറഞ്ഞ കാര്യമായിരുന്നു തങ്ങി നിന്നിരുന്നത്. ഏട്ടത്തി ചിലപ്പോൾ ഏട്ടൻ ഉദ്ദേശിക്കുന്നത് പോലെ ആവണമെന്നില്ല കേട്ടോ. ഏട്ടനൊന്ന് ഏട്ടത്തിയോട് തുറന്ന് സംസാരിക്കാൻ നോക്ക്. അവൻ്റെ മനസ്സിൽ ഉണ്ണി പറഞ്ഞ കാര്യം വീണ്ടും അലയടിച്ചു കൊണ്ടിരുന്നു. ആ രാത്രിയിൽ ഒരുപാട് സമയം ബാൽക്കണിയിൽ അങ്ങനെ വെറുതെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. പോരാത്തതിന് 2 ദിവസമായിട്ടുള്ള വർക്കിൻ്റെ തിരക്കുമൊക്കെ കാരണം ക്ഷീണത്തോടെ അവിടെ ഇരുന്ന് തന്നെ മനു ഉറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. പിറ്റേ ദിവസം മരുന്നൊക്കെ കഴിച്ചു കിടന്നത് കൊണ്ട് തന്നെ അമ്മാളു പഴയതുപോലെ ആക്റ്റീവായിട്ടാണ് ഉണർന്നതല്ല. അമ്മയുടെ കൂടെ അമ്മയെ കെട്ടിപ്പിടിച്ചങ്ങനെ കിടന്നത് കൊണ്ട് തന്നെ രാത്രിയിൽ വേറുള്ള ഒരു കാര്യവും ചിന്തിക്കാൻ സമയം കിട്ടാതെ അവൾ വേഗം തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. രാവിലെ അവൾ തിരികെ ഉണർന്നപ്പോൾ 8 മണി അടുപ്പിച്ചായിട്ടുണ്ട്. നോക്കുമ്പോൾ അരികിൽ കിടന്നിരുന്ന അമ്മ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അവൾ കട്ടിലിൽ ഒന്ന് എഴുന്നേറ്റിരുന്ന് ഒന്ന് മൂരി നിവർന്നു. കൈയും കാലും ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തു.
ഇപ്പോൾ ശരീരം വേദനയൊന്നും തോന്നുന്നില്ല. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഡ്രസ്സും പല്ല് തേക്കാനുള്ള ബ്രഷും ഒക്കെ മുകളിലെ മുറിയിലാണ് ഇരിക്കുന്നത്. അവൾ മുറിക്ക് പുറത്തേക്കിറങ്ങി അമ്മയെ ഒന്ന് നോക്കി. അവിടെ എങ്ങും കാണുന്നില്ല എന്ന് കണ്ടതും അമ്മ ഇപ്പോൾ അടുക്കളയിലായിരിക്കും എന്നവൾക്ക് മനസ്സിലായിരുന്നു. കുളിക്കുക ഒന്നും ചെയ്യാത്തത് കൊണ്ട് അടുക്കളയിലേക്ക് പോകാതെ അവൾ നേരെ മുകളിൽ മുറിയിലേക്ക് നടന്നു. ഷോ, നേരത്തെ ഉണർന്നെങ്കിൽ അമ്മ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കായിരുന്നു. പോകുന്ന വഴി അമ്മാൾ മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെ ആലോചിച്ച് നാളെ മുതൽ എഴുന്നേറ്റ് അമ്മയ്ക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം എന്നവൾ മനസ്സിൽ തീരുമാനിച്ചു. കുക്കിംഗ് ഒന്നും അറിയില്ല, എങ്കിലും എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കാനും മറ്റുമൊക്കെ പറ്റുമല്ലോ. അങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ച് മുകളിലേക്ക് പോയി അവൾ മുറിയിലേക്ക് എത്തിയിരുന്നു. മുറിയിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് അവൾ മനുവിനെക്കുറിച്ച് ആലോചിച്ചത്. മുറിയിലേക്ക് കയറി കഴിഞ്ഞ് അവൾ അവിടെ ആകെ ഒന്ന് നോക്കി. അവനെ മുറിയിലെങ്ങും കാണുന്നില്ല. രാവിലെ തന്നെ എഴുന്നേറ്റ് പോയോ? അമ്മാളും ആലോചിച്ചു. പിന്നെ അതെന്തെങ്കിലും ആട്ടെ എന്ന് കരുതി ഡ്രസ്സൊക്കെ എടുത്ത് കുളിക്കാനായി കയറി. കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നവൾ നേരെ താഴേക്ക് പോയി. അടുക്കളയിൽ അപ്പോഴും അമ്മ എന്തൊക്കെയോ കാര്യമായിട്ടുണ്ടാക്കുന്ന തിരക്കുകളിൽ തന്നെയായിരുന്നു. അമ്മ! അടുക്കളയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ തന്നെ അവൾ അകത്തേക്ക് നോക്കി അമ്മയെ നീട്ടി വിളിച്ചു. ആഹാ, എഴുന്നേറ്റോ? അമ്മ ചോദിച്ചതും അവളൊരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി ചെന്നു. എങ്ങനെയുണ്ടിപ്പോൾ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. രാവിലെ തന്നെ പോയി തല കുളിച്ചോ നീ? അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അമ്മ അവളുടെ തലമുടി കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടത്. അത് കണ്ടതും അമ്മ അവളോട് അല്പം ശബ്ദമുയർത്തി തന്നെയാണ് അത് ചോദിച്ചത്. അത് പിന്നെ തലയാകെ വിയർത്തിരിക്കുമായിരുന്നു അമ്മേ. അതുകൊണ്ട് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയപ്പോൾ പോയി കുളിച്ചതാണ്. എങ്കിലും ഇന്നൊരു ദിവസം കൂടി കഴിഞ്ഞിട്ട് തല നനച്ചാൽ മതിയായിരുന്നു. അമ്മ അങ്ങനെ പറഞ്ഞതും അവൾ മുഖം ചുളിച്ചു. വേറെ എന്തൊക്കെയാണെങ്കിലും കുഴപ്പമില്ല. കുളിക്കാതിരിക്കുന്ന കാര്യം മാത്രം തന്നെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ്. എനിക്ക് കുളിക്കാതിരിക്കുന്നത് ഇഷ്ടമല്ല അമ്മ. അതാ ഞാൻ കുളിച്ചത്. രാവിലെ എഴുന്നേൽക്കാൻ വൈകിയാലും എഴുന്നേറ്റ് അപ്പം തന്നെ കുളിച്ചില്ലെങ്കിൽ ശരീരം ആകെ ഒരു ഈർഷ്യ തോന്നും. അമ്മാളുവിൻ്റെ മുഖം ചുളിഞ്ഞു. അമ്മ അതിന് അവളെ നോക്കിയൊന്ന് ചിരിച്ചു. ഇപ്പോൾ എന്നിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഞാനിന്നലെ രാത്രിയൊക്കെ ഇടയ്ക്ക് പനിയുണ്ടോയെന്ന് നോക്കിയിരുന്നു. അന്നേരം ഒന്നും കുഴപ്പമുണ്ടായില്ല. അതിന് അമ്മാളും ഒന്ന് ചിരിച്ചു. കുറച്ച് സമയം അടുക്കളയിൽ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു. അമ്മ അപ്പോഴേക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ മനുവിനെ കൂട്ടിയൊന്ന് വീട്ടിലേക്ക് പോകണം കേട്ടോ. അമ്മ പറയുന്നത് കേട്ടതും അമ്മാളും സംശയത്തോടെ അമ്മയെ മുഖം ചുളിച്ചൊന്ന് നോക്കി. നാളെ പോയി രണ്ടാം വിരുന്ന് കഴിഞ്ഞ് അലമാരയായിട്ട് തിരികെ വരും. അപ്പോൾ അവരും ഇങ്ങോട്ട് കൂടെ വരും. നമ്മുടെ ഇവിടെ ഇതിനെ അടുക്കള കാണൽ ചടങ്ങെന്നൊക്കെ പറയും. അമ്മ പറഞ്ഞതും അങ്ങനെയാണെന്ന രീതിയിൽ അമ്മാളും അമ്മയെ നോക്കി. അവൾക്കതൊക്കെ പുതിയ അറിവുകളായിരുന്നു. ഇതുവരെ ഇങ്ങനെയുള്ള കാര്യമൊന്നും കേട്ടിട്ട് കൂടിയില്ല. അമ്മാളും അമ്മ പറഞ്ഞതും അത് തലയാട്ടി സമ്മതിച്ചു. എങ്ങനെയായാലും വീട്ടിൽ പോയി അച്ഛനെയും അമ്മയെയൊക്കെ കാണാമല്ലോ എന്ന ആകാംക്ഷയായിരുന്നു അവൾക്ക്. മുറിയിൽ പോയപ്പോൾ മനുവിനെ കണ്ടായിരുന്നോ? അമ്മ ചോദിച്ചതും അവളുടെ മുഖം സംശയത്തോടെ ഒന്ന് ചുളിഞ്ഞു. അതിന് മുറിയിലുണ്ടായിരുന്നില്ലല്ലോ. അവൾ അമ്മയോട് സംശയത്തോടെ തന്നെ തിരികെ പറയുകയും ചെയ്തു. അവനിന്ന് താഴേക്കിറങ്ങി വന്നിട്ടില്ലല്ലോ. ചായയും കുടിച്ചിട്ടില്ല. ചിലപ്പോൾ ഉണ്ണിയുടെ മുറിയിലെങ്ങാനും പോയി കിടന്നു കാണും. മോള് ചായ ഒന്ന് കൊണ്ടുപോയി രണ്ടുപേർക്കും കൊടുക്കുമോ? ഒരു ട്രേയിലായി 2 കപ്പുകളിലെ ചായ പകർത്തി അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അമ്മ ചോദിച്ചതും അത് തലയാട്ടി സമ്മതിച്ചുകൊണ്ട് അവൾ മുകളിലേക്ക് നടന്നു. മുകളിലേക്ക് നടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ സംശയമായിരുന്നു. എപ്പോഴും മുകളിൽ അവൻ ഉണ്ടാകും, പക്ഷെ താൻ കാണാറില്ലല്ലോ. മുറിയിൽ എവിടെയും കണ്ടില്ല. പിന്നെ ഇത് എവിടെ പോയിരിക്കുവാണെന്നാവോ? അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടായിരുന്നു അവൾ പടികൾ കയറിയത്. മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ പടികൾ പകുതി എത്തിയപ്പോൾ തന്നെ മുകളിൽ നിന്ന് ഉണ്ണി ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഏട്ടൻ എപ്പോൾ എഴുന്നേറ്റു? അവൾ സംശയത്തോട് ചോദിച്ചതും ഉണ്ണി ഒന്ന് ചിരിച്ചു. ഞാൻ എഴുന്നേറ്റപ്പോൾ കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ടാണ് താഴേക്ക് വരാതിരുന്നത്. എന്നാ ചായ? അവൾ ട്രെയിനിരുന്നിരുന്ന ചായ അവന് നേരെ നീട്ടി. ഏട്ടന് കൊടുക്കാൻ കൊണ്ടുപോവാണോ? അവൾ മുകളിലേക്ക് പോകുന്നത് കണ്ടതും അവൻ ചോദിച്ചു. അതിന് അമ്മാളും ഒന്ന് തലയാട്ടി. എങ്കിലും വേഗം കൊണ്ടുപോയി ചായ കൊടുക്കുക ഹസ്ബൻഡിന് എന്ന് ഒരു കളിയാക്കുന്ന മട്ടിൽ പറഞ്ഞുകൊണ്ട് ഉണ്ണി നടന്നു നീങ്ങി. അന്നേരം അമ്മാളും അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കാനും മറന്നില്ല. ഉണ്ണിയുടെ മുറിയിലായിരിക്കും മനു കിടന്നുറങ്ങിയതെന്ന് അമ്മ പറഞ്ഞത് കൊണ്ട് തന്നെ അവൾ ഉണ്ണിയുടെ മുറിയിലേക്ക് പോകാമെന്നാണ് കരുതിയത്. എങ്കിലും മനുവിൻ്റെ മുറിയിലേക്ക് നോക്കാൻ അവൾ മറന്നില്ല. അവൻ അവിടെ ഇല്ലെന്ന് കണ്ടതും ഉണ്ണിയുടെ മുറിയിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ബാൽക്കണി ഡോറ് തുറന്ന് മനു അകത്തേക്ക് വരുന്നത് അവൾ കാണുന്നത്. അവൻ ബാൽക്കണിയിലിരുന്ന് ഉറങ്ങുമായിരുന്നു എന്ന് അവൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. അവൻ നടന്നു വന്നതും അവൾ അവൻ്റെ മുന്നിലേക്ക് ചായ നീട്ടി. ചായ. താങ്ക് യു എന്ന് പറഞ്ഞ് ആ ചായ വാങ്ങി അവൻ മുറിയിലേക്ക് കയറി. അവൻ പോകുന്നത് കണ്ടതും ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കൂടുതലൊന്നിനും നിൽക്കാതെ അമ്മാൾ താഴേക്കിറങ്ങി. രാവിലെ എല്ലാവരും ഒരുമിച്ചിരുന്നായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചത്. ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോഴേക്കും മനുവും കുളിയൊക്കെ കഴിഞ്ഞെത്തിയിരുന്നു. അമ്മ, എനിക്ക് അത്യാവശ്യമായിട്ട് നാളെ ഒന്ന് വൈകിട്ട് ജയ്പൂർ വരെ പോകേണ്ട ആവശ്യമുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനു അമ്മയോടത് പറയുന്നത്. അമ്മാളും അവൻ പറയുന്നത് കേട്ടിരുന്നതല്ലാതെ അവനോട് മറുത്തൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല.
അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ അവനെ സംശയത്തോടെ ഒന്ന് നോക്കി. ഉണ്ണിയും അവനെ തന്നെ സംശയത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു. എന്തത്യാവശ്യമാണ് മനു? അത് ഞാൻ ഇന്നലെ പ്രസൻറ്റ് ചെയ്ത ആ ഒരു ഡിജിറ്റൽ ഡിസൈൻ ആക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. ഇനി അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ചെയ്യണം. ഇറ്റ്സ് എ ബിഗ് ചാൻസ്. ഐ എം ഷുവർ ഇറ്റ് വിൽ ബി എ ടേണിംഗ് പോയിന്റ് ഇൻ മൈ കരിയർ. മനു പറഞ്ഞതും അമ്മ അവനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഭക്ഷണം കഴിക്കുന്നതിൽ തന്നെയായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. താൻ അങ്ങനെ പറഞ്ഞിട്ടും അമ്മയൊന്നും പറയാതിരിക്കുന്നത് കണ്ടതും മനു പിന്നെ ഒന്നും മിണ്ടിയില്ല. അമ്മയോട് തനിച്ച് തന്നെ സംസാരിക്കണമെന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ചു. ഇങ്ങനെയൊരു കാര്യം ഉണ്ടായപ്പോൾ തന്നെ അമ്മ അത് എതിർക്കും എന്ന് മനസ്സിൽ ചിന്തിച്ചതാണ്. എങ്കിലും എങ്ങനെയായാലും അമ്മയോട് പറയണമല്ലോ എന്ന് കരുതിയാണ് എല്ലാവരും ഒരുമിച്ചിരുന്നപ്പോൾ തന്നെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞത്. ഉണ്ണി അവൻ പറഞ്ഞ ഈ കാര്യം കേട്ടുവെങ്കിൽ പോലും ഒന്നും മിണ്ടാതെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ നേരമായി എന്ന് പറഞ്ഞ് വേഗം തന്നെ ഭക്ഷണം കഴിച്ചു തീർത്ത് എഴുന്നേറ്റ് പോയിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതും അമ്മാളു അച്ഛനെയും അമ്മയെയും വിളിക്കണമെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോവുകയും ചെയ്തു. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതും പിന്നീട് അവിടെ മനുവും അമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.